നമ്മുടെ പ്രോഗ്രാമിന് ആശംസകൾ അറിയിക്കുന്നതിനാണ്. ആശംസകൾ അറിയിക്കുന്നതിനായിട്ട് ദിയ മിദ്ഹ ക്ഷണിക്കുന്നു ആദരപൂർവ്വം. Respected Headmaster Mr. Abdul Jabbar Sir, management members, teaching and non-teaching staffs, parents and other guests and all my dear friends, good evening. Today we all are gathered here to celebrate a remarkable milestone, the 37th anniversary of AHMHS English Medium School Vettam 2026. As we look back, we remember the dedication of our teachers, the hard work of our students and the support of our parents. Together we will create memories to cherish. Once again, thank you for giving this opportunity and wish you all very happy venue. Thank you. അടുത്തതായിട്ട് നമ്മുടെ വേദിയിൽ ആദരണീയനായ ശ്രീ KV മൂസക്കുട്ടി മാസ്റ്റർ മാനേജർ, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, പിന്നെ നമ്മുടെ എല്ലാ രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും എല്ലാവരും സന്നിഹിതരായ ഈ വേളയിൽ കൂടുതലായിട്ട് എനിക്കൊരു വിശദീകരിച്ച് ഒരു വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കുറേ വസ്തുക്കൾ തന്നെയാണ് പറയാനുള്ളത്. എന്നിരുന്നാലും ശരി, നമ്മുടെ ഈ ഉദ്ഘാടന വേളയിൽ സാംസ്കാരിക സമ്മേളനത്തിൽ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന നിലക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ള ഒരു വസ്തുത, കാലാനുസൃതമായി നമ്മളെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. പഴയ രീതിയിലുള്ള ചോക്കും സ്ലേറ്റും ബോർഡും പുസ്തകം കൊണ്ട് പോകുന്ന രീതിയല്ല ഇനി വരാവുന്നത്. അതിനനുസരിച്ചിട്ട് ചില മാറ്റങ്ങളൊക്കെ നമ്മളിവിടെ വരുത്തേണ്ടതുണ്ട്. അടുത്ത വർഷം തന്നെ അതിനുള്ള എല്ലാവിധ പരിപാടികളും നമ്മൾ ആവിഷ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വാക്കായി മാത്രം പറയുകയല്ല. പ്രത്യേകിച്ച് എന്താ സംഭവിച്ചാൽ, നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഹെഡ്മാസ്റ്റർ സവിസ്തരം ഇതിൻ്റെ തുടക്കം കുറിച്ച് അവസാനം വരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്കിവിടെ വീഡിയോ ആയിട്ട് ഇവിടെ പ്രദർശിപ്പിക്കും. അതിലും ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച്, ഇതര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് ഇവിടെ നിന്ന് പടിയിറങ്ങിയ പോയ വിദ്യാർത്ഥികളിൽ 55% കണക്കുദ്ധരിച്ച് ഞങ്ങൾ കണക്ക് പറയാണ്, സ്വയം അവർ എന്താ പറയുക സാറ്റിസ്ഫൈഡ്, തൊഴിൽ അധിഷ്ഠിതരായിട്ട് സാറ്റിസ്ഫൈഡ് ജീവിതം അനുഭവിക്കുന്നവരും ഉയർന്ന ഉദ്യോഗസ്ഥരും നല്ല തൊഴിൽ നേടി മാതൃകാപരമായി ജീവിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുമാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പേ ഇവിടെ പടിയിറങ്ങിപ്പോയവർ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അടുത്ത കാലത്ത് പടിപോയി 4-3 വർഷങ്ങൾക്ക് മുമ്പ് പടിയിറങ്ങുന്നവർ അവരെല്ലാം പഠനത്തിലാണ്. കുട്ടികളൊക്കെ അതിനനുസരിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് നേരത്തെ ഹെഡ്മാസ്റ്റർ പറഞ്ഞ മാതിരി നമ്മൾ ഇങ്ങനത്തെ സമയത്തിൽ കുറച്ച് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാൻ മുട്ടിക്കുന്നില്ല. അതിനൊരു ചടങ്ങാണ് മാനേജ്മെൻറ്റൊക്കെ പതിവ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുടർച്ചയായിട്ട് 23 വർഷം തുടർച്ചയായിട്ട് 100% വിജയം ലബ്ധി സ്ഥാപനമാണ്. പക്ഷേ 100% വിജയം കിട്ടിയത് കൊണ്ടൊന്നും കാര്യമില്ല. 100% വിജയം കിട്ടുക എന്നുള്ളത് എല്ലാ സ്കൂളിലും സാധിക്കുന്നൊരു കാര്യമാണ്. ഫുൾ A+ എത്രമാത്രം കിട്ടുന്നോ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ. അതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഫുൾ A+, 8%, 9% ഒക്കെ കുട്ടികൾ, മറ്റേ 8 A+, 9 A+ ഒക്കെ കിട്ടിയ ധാരാളം കുട്ടികൾ നമ്മുടെ എല്ലാ വർഷവും ഇടുന്നത് SLC പടിയിറച്ചി ഇറങ്ങി പോകുന്നുണ്ട് കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാവേണ്ടത്, ഇപ്പോഴത്തെ ഇംഗ്ലീഷ് പാഠം അപ്പം എല്ലാ എയ്ഡഡ് ഗവൺമെൻറ് എല്ലാ സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞ് തുടങ്ങി പറഞ്ഞതുകൊണ്ട് അത് കുട്ടികളെ ആവാഹിച്ചെടുക്കാനുള്ള മാർഗം മാത്രമേ അതിന് പിന്നിലുള്ളൂ. അത് മനസ്സിലാക്കി ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി, അതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ അടുത്ത വർഷം മുതൽ LP സ്കൂളിൽ CBSE സിലബസ് നമ്മളിവിടെ ആവിഷ്കരിക്കാൻ പോവുകയാണ്. നമ്മൾ LP സ്കൂളിൽ 2 അംഗീകാരമാണ് നമുക്കുള്ളത്. എയ്ഡഡ് വിഭാഗം ഇവിടെയുണ്ട് അംഗീകാരമുള്ളത്. അൺഎയ്ഡഡ് വിഭാഗം നമുക്ക് ഹൈസ്കൂളിനോട്, അൺഎയ്ഡ് ഹൈസ്കൂളിനോട് തുടർന്ന് പ്രവർത്തിക്കുന്നു. ആ അൺഎയ്ഡ് വിഭാഗം NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ അംഗീകാരം കിട്ടി കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം വാങ്ങിയതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകാരവും അതിനുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകാരം ഈ 2 LP സ്കൂളുണ്ട്. NIOSൻ്റെ അംഗീകാരം അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് NIOS അംഗീകാരം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ CBSE 1 മുതൽ 4 വരെ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം, പുസ്തക വിതരണ ഉദ്ഘാടനം ഇന്ന് സദസ്സിൽ വെച്ച് നടക്കും.
അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും നമ്മൾ പിഞ്ചോമന കുഞ്ഞുങ്ങളുടെ പരിപൂർണമായ മാനസിക ഉല്ലാസത്തിനും വികസനത്തിനും ഉദ്യമത്തിനും എല്ലാം തന്നെ ഉതകുന്ന രീതിയിൽ നമുക്ക് കാലാനുസൃത മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകണം. അതുകൊണ്ട് മാന്യരക്ഷിതാക്കൾ അതുകൊണ്ട് കലാപരമായിട്ടുള്ള കഴിവുകളെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചടങ്ങ് വെച്ചിട്ടുള്ളത്, അതറിയാലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും മാനേജ്മെൻറ്റ് കമ്മിറ്റിയോടും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരോടൊപ്പം ഉണ്ടാവണമെന്ന് വിനീതമായ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, ജയ് ഹിന്ദ്. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ മനോമോഹനൻ PV KRSMA വൈസ് പ്രസിഡന്റാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ വേദിയിലിരിക്കുന്ന ആദരണീയരായ മഹൽ വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളെ, പിന്നെ ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, പിന്നെ നമ്മുടെ പൊന്നോമനകളായ കുട്ടികളെ, മക്കളെ എന്ന് വിളിക്കുന്നതാണ് കുറേ കൂടി ശരി, കുട്ടികളെ എന്ന് പറയുന്നതിനെക്കാട്ടും. ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ അൺഎയ്ഡഡ് അംഗീകാരമുള്ള സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. കാരണം പല ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തുകൊണ്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് ശരിക്കും നന്നായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. നമുക്ക് നല്ല സ്ഥാപനമായി തീരണമെങ്കിൽ ഫണ്ട് ശരിക്കും നന്നായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താനുണ്ട്. ഫണ്ടിൻ്റെ ഷോർട്ടേജ് കൊണ്ടാണ് പലർക്കും, നമ്മുടെ PTA പ്രസിഡൻ്റ് ഇവിടെ പറഞ്ഞു, പല കാര്യങ്ങളും ചെയ്യാൻ ഇവിടെ ഉണ്ട്, പക്ഷേ സാമ്പത്തികമാണ് തടസ്സം. തീർച്ചയാണ്, ശരിയാണത്. 2037 വർഷം പൂർത്തിയാക്കിയ നമ്മുടെ ഈ സ്കൂള് 2005 മുതൽ 25 വരെയുള്ള 20 വർഷവും ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ട് 100% എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. 20 വർഷങ്ങളാണ് കടന്നുപോയത്. പക്ഷേ എനിക്ക് ഈ സ്കൂളുമായി ഒരു 25 വർഷത്തെ പരിചയമുണ്ട്. അത് നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മൾ ജബ്ബാർ സാർ സൂചിപ്പിക്കുകയുണ്ടായി ആ ഒരു ബന്ധം എന്തെന്നുള്ളത്. ഈ പ്രവർത്തനത്തിന് നമ്മളെ ഫുള്ളായിട്ടുള്ള ഫുൾ A+ കിട്ടിയിട്ടുള്ള പിന്നിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സിന് കൂടി അഭിമാനമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു സ്കൂളിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് തന്നെയാണ്. കാരണം ടീച്ചേഴ്സ് ഒരു സപ്പോർട്ട്, അതും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും ഹാർഡ് വർക്ക് തന്നെയാണ്. ഇവരുടെ ആ ഹാർഡ് വർക്കാണ് നമുക്ക് പിന്നെ മാർച്ച് മാസം ഏപ്രിൽ എക്സാമിന് പ്രൊജക്റ്റ് ചെയ്ത് പിന്നെ മെയ് മാസത്തിൽ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത്. ഏതായാലും നമുക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഈ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ കുട്ടികൾ 10ാം തരത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. കുട്ടികൾ എന്ത് വിചാരിച്ച് അവർ എന്തായി തീരണമെന്നും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ആയിത്തീരാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും പഠന രീതികളും നമ്മുടെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക, ഒരു കാഴ്ചപ്പാട്, അത് എനിക്ക് ഇന്നതാവണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഓരോ കുട്ടികളിലും വളർത്തിയെടുത്തും കൊണ്ട് അവർക്കിന്നൊരു നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ ടീച്ചേഴ്സിനെ പോലെ തന്നെ പേരൻസിനും ബാധ്യസ്ഥരാണ്. ഈ സ്കൂളിൽ പഠിച്ചു പോയിട്ടുള്ള പല ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് അറിയാവുന്ന ആൾക്കാരും കൂടി ഉണ്ട്. അപ്പം അതിൽ ഒന്നാണ് ഇപ്പം ഈ പറഞ്ഞപ്പോൾ പത്മേഷ് നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. നമുക്ക് ഇതേപോലെ ഈ നമ്മുടെ രാജ്യത്തും അതേപോലെ വിദേശത്തുമായിട്ട് അനവധി കുട്ടികൾ ഇവിടുന്ന് പഠനം നിർത്തി പഠനം കഴിഞ്ഞ് ഹയർ സ്റ്റഡിക്ക് പോയി ഉന്നത ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഇരിക്കുന്ന കുട്ടികളും നമുക്ക് നല്ലൊരു 10ാം ക്ലാസ്സിൽ
ഇപ്പോൾ 100% എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും ഫുൾ A+ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഓരോ കുട്ടിക്ക് കഴിയും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. 37ാമത്തെ ഈ സ്കൂൾ വാർഷികത്തിന് നമ്മുടെ കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച നമ്മുടെ ജബ്ബാർ സാറ്, അതേപോലെ മൂസക്കുട്ടി സാറ്, ഇവർക്ക് എൻ്റെ നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മുടെ സ്കൂളിലെ മുൻ HM സൈനുദ്ദീൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, 2019 മുതൽ 24 വരെയാണ് ഞാൻ ഈ സ്കൂളിൽ പ്രധാനാധ്യാപകനായി വർക്ക് ചെയ്തിരുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത, ഈ സ്കൂളിലെ SLC ബാച്ച് തുടങ്ങി മുതൽ എല്ലാ വർഷവും ഫുൾ A+ഓടുകൂടി 100% റിസൾട്ട് ലഭിക്കുക എന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ കൂടുതൽ ഫുൾ A+ കൂടി നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും അത് ഇപ്പോഴും തുടർന്ന് വരുന്നുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ 100% റിസൾട്ടും കൂടുതൽ ഫുൾ A+ഉം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പഠന രംഗത്ത് മാത്രമല്ല, പാഠ്യേതര രംഗത്തും മറ്റ് രംഗങ്ങളിലുമെല്ലാം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന ICS കമ്മിറ്റിയും അതോടൊപ്പം പ്രത്യേകം എടുത്ത് പറയേണ്ടത് മൂസക്കുട്ടി മാഷയും കുഞ്ഞാക്കയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന തന്നെ ഇവരാണ്. അതോടൊപ്പം തന്നെ അർപ്പണബോധമുള്ള അധ്യാപകരും അതോടൊപ്പം നല്ലൊരു PTA കമ്മിറ്റിയും രക്ഷിതാക്കളുടെയും പിന്തുണയോടുകൂടി മാത്രമാണ് ഈ സ്കൂളിൽ ജബ്ബാർ മാഷ് പറഞ്ഞ പോലെ ഒരു ഉൾഗ്രാമത്തിലുള്ള ഈ സ്ഥാപനം വളരെ നല്ല രീതിയിലും ഭംഗിയിലും പോകുന്നത്. ഇനിയും ഈ സ്ഥാപനത്തിൻ്റെ മഹത്തായ പ്രവർത്തനം തുടരട്ടെ എന്നും കൂടുതൽ വിജയങ്ങളിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തട്ടെ എന്നും ആശംസിക്കുകയും അതോടൊപ്പം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച സ്കൂൾ അധികാരികളോട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായിട്ട് നമ്മുടെ മുൻ അധ്യാപകൻ പത്മേഷ്, അദ്ദേഹം ഒരു കവി കൂടിയാണ്. നല്ല ഓർമ്മകൾ അദ്ദേഹം സമ്മാനിക്കട്ടെ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു 24 വർഷങ്ങൾക്ക് പിറകോട്ട് സഞ്ചരിക്കുകയായിരുന്നു. എൻ്റെ യൗവനകാലത്ത്, ചെറുപ്പത്തിൽ, അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ അധ്യാപകനായിട്ട് ഞാൻ എത്തിച്ചേരുന്നത്. ഒരുപാട് രസമുള്ള ഓർമ്മകൾ മനസ്സിലൂടെ പെയ്തുപോയി. സ്കൂളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അന്നും പഠന കാര്യത്തിൽ വളരെയധികം സ്ട്രിക്റ്റ് ആയിരുന്നു നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി. എൻ്റെ ഓർമ്മയിലൂടെ നിൽക്കുമ്പോൾ 2 അധ്യാപകരെ ഓർത്തു പോവുകയാണ്. ഒന്ന് അബ്ദുള്ള മാഷാണ് വെട്ടത്തുള്ള, 2 പറവണയിലുണ്ടായിരുന്ന അബ്ദുള്ള കുട്ടി മാഷ്. വളരെ രസകരമായൊരു കാലഘട്ടമായിരുന്നു. കാരണം കോളേജ് കാലഘട്ടം കഴിഞ്ഞ്
അധ്യാപനത്തോട് താല്പര്യം കൊണ്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ വന്ന് ഞാനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകനായിരുന്നു അന്ന്. കാരണം കുട്ടികൾക്കൊന്നും അത്ര എന്നെ ഇഷ്ടപ്പെട്ടോളന്നില്ല. കാരണം അന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു ഞാൻ അവരോടൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും വളരെ വർഷങ്ങൾക്ക് ശേഷം എനിക്കിപ്പോഴും പലരെയും മനസ്സിലാവില്ലെങ്കിൽ അവർക്ക് എന്നെ മനസ്സിലാവാറുണ്ട്. അവർ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ വേറെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടെത്തുമ്പോൾ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുകയും കൈ തരുകയും അവിടെ പഠിപ്പിച്ചതാണെന്നുള്ള ഒരു ബോധം അവരിൽ എന്നെ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷവും തോന്നാറുണ്ട്. സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് എൻ്റെ ഒരു യുവാവ് എന്നുള്ള അവസ്ഥയിലുണ്ടായിരുന്ന എല്ലാ വാശികളെയും അംഗീകരിച്ചുകൊണ്ട്, വാശികളെന്ന് പറയാൻ കാരണം ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നത് മുഴുവൻ സമയ അധ്യാപകനായിട്ടാണ്. പിന്നെ വർഷങ്ങൾ പല രീതിയിലൂടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഗണിതശാസ്ത്രവും ഫിസിക്സും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി മാത്രമായിട്ട് 2 ദിവസങ്ങളായി വന്നെടുക്കുന്നു, 3 ദിവസങ്ങളായി വന്നൊക്കെ എടുത്ത് അത്തരം വാശികളെ പോലെ. കാരണം ഞാൻ മറ്റു പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കുന്ന സമയത്ത് അതോടൊപ്പം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എൻ്റെ വാശികൾ അംഗീകരിച്ചുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ബീരാൻകുട്ടിയൊക്കെ പോലുള്ള ആൾക്കാരൊക്കെ. വളരെയധികം സ്നേഹത്തോടെ എല്ലാവരെയും ഓർക്കുകയാണ്. സ്കൂളിന് കൂടുതൽ യശസ്സുണ്ടാവട്ടെ, കുട്ടികൾക്ക് നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ, നല്ല തലമുറകളായിട്ട് നമ്മുടെ കുട്ടികൾ വളരട്ടെ. ഈ വെട്ടത്ത് നാടിൻ്റെ സംസ്കാരം, തനത് സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ പാകത്തിലുള്ള കുട്ടികളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വേദിയിൽ എന്നെ ക്ഷണിച്ചതിന് എല്ലാവരെയും സ്നേഹത്തോടെ, സ്നേഹം മാത്രം ഒരു 2 വരി കവിത ചൊല്ലാൻ ആഗ്രഹിക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതിൻ ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതിൻ ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇവിടെയുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇവിടെയുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം, നന്ദി, സ്നേഹം, സ്നേഹം മാത്രം. അടുത്തതായി ഒരു ആദരിക്കൽ ചടങ്ങാണ്. നമ്മുടെ സ്കൂളിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ തുടർന്നും എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചുകൊണ്ട് സ്കൂളിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ മാനേജറെ, ആദ്യ മാനേജറും ICSൻ്റെ സ്ഥാപക നേതാവുമായിരുന്ന മോനാജ ആദരിക്കുന്നു. ആദരിക്കാൻ മോനാക്കയെയും അത് ഏറ്റുവാങ്ങാൻ വേണ്ടി KV മൂസക്കുട്ടി മാസ്റ്ററെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ നിലവിലുള്ള സ്കൂൾ മാനേജർ മൂസക്കുട്ടി സാറെ, പ്രഥമ മാനേജറും ICSൻ്റെ സ്ഥാപക സെക്രട്ടറിയുമായിരുന്ന ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ BRC മാനേജിംഗ് ഡയറക്ടർ CM മുഹമ്മദ് എന്ന മോഹൻ ഹാജി ആദരിക്കുന്നു. താങ്ക് യു സാർ. 2 വാക്ക് സംസാരിക്കാനായി മോനാക്കായെ ക്ഷണിക്കുകയാണ്. ഏകദേശം 16 കൊല്ലത്തോളം ICSൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെയും സെക്രട്ടറിയും മാനേജറും ഒക്കെ ആയിരുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പലർക്കും അറിയാം. ഞാൻ വിവിധ കാരണം കൊണ്ട് മറ്റു പല സംരംഭങ്ങളും ഉയർത്തിക്കൊണ്ടുവരാനുള്ളതുകൊണ്ട് ഇതിന് മാറി നിന്നതാണ്. പിന്നെ അന്നും 217 മൂസൂടിയാക്കാൻ്റെ ഫോൺ നമ്പർ. എൻ്റെ നമ്പർ 219 ആ ഫോണിലേക്ക് ദിവസം 10ഉം 20ഉം കോളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുണ്ടാക്കിയതാണ് ഈ സ്ഥാപനം. എന്തായാലും മൂസൂട്ടിയാക്കൻ്റെ കൂടെ ഞാനുമാണ് ഈ സ്ഥാപനത്തിന്
ഒരുപാട് അധ്വാനിച്ചിട്ടാണ്. പിന്നെ നമ്മളെ വീരാൻകുട്ടിയൊക്കെ ഉണ്ട്. വീരാൻകുട്ടിയൊക്കെ ആഴ്ചയിൽ ദിവസം വരും. വന്നാൽ പിന്നെ അത് എല്ലാ സമയത്തും ഈ സ്ഥാപനത്തിൽ ഇവിടെ തന്നെയാണ്. എല്ലാവരും കൂടി പടുത്തുയർത്തിയ ഈ സ്ഥാപനം ഇപ്പോൾ ഇത്രയും വലിയൊരു സംഭവമായി മാറിയതിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ വിട്ടു നിൽക്കുകയാണ്. സത്യത്തിൽ ഈ പരിപാടി പോലും ഇന്നാണ് ഞാൻ ഈ നോട്ടീസിൽ പേരുള്ളതും ഇന്നെ ക്ഷണിക്കുന്നതും ഇന്നാണ്. അതൊക്കെ അവരുടെ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭയങ്കര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ള ഉണ്ടായിരിക്കാം. അതൊക്കെ മറന്നു പോയതായിരിക്കും. എങ്കിലും എനിക്കതിൽ വിഷമമൊന്നുമില്ല. സന്തോഷം. ഇവിടെ കൂടി എല്ലാവർക്കും സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തി നിർത്തുന്നു. അടുത്തതായിട്ട് ആശംസാ പ്രസംഗമാണ് ശ്രീമതി റാബിയ മുജീബ്, PTA വൈസ് പ്രസിഡന്റ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന മാന്യവ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമസ്കാരം. ഇന്ന് നമ്മളിവിടെ 37ാം വാർഷികമായ ആണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. 3ാം ദിവസമായ ഇവിടെ രാവിലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ സ്കൂളിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഒരു വളർച്ചയെ പറ്റി കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ആരും ഇവിടെ വിട്ടു പോകരുത്. നമ്മുടെ 37ാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ ആശംസാ പ്രസംഗം ശ്രീമതി ഫാത്തിമ, MTA പ്രസിഡന്റ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായി നന്ദി അറിയിക്കുന്നു. 3 ദിവസങ്ങളിലായി നമ്മൾ സ്കൂളിൽ നടക്കുന്ന 37ാം പിറന്നാൾ, നമ്മൾ സ്കൂളിൻ്റെ 37ാം പിറന്നാൾ ഇത്രയും ഭംഗിയാക്കി തന്ന എല്ലാവർക്കും, ഇതിന് സംഘടിപ്പിച്ച എല്ലാ മാഷ്മാരും ടീച്ചർമാരും നമ്മളെ എല്ലാ ഭാരവാഹികൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ ആശംസാ പ്രസംഗം തുടരുന്നു. ഫൈറൂസ് മൊഹാജിർ, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ. അദ്ദേഹത്തെ ആദരപൂർവ്വം. മഹത്തായ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ഡോക്ടർ KTO ജാസം അബ്ദുള്ള,
ബഹുമാന്യനായ തിരൂരിൻ്റെ ജനകീയ MLA ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ശ്രീ കുറുക്കോളി മൊയ്തീൻ MLA അവർകളെ, ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി ബഹുമാന്യയായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ആരതി പ്രദീപ് അവർകളെ, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ നൌഷാദ് നെല്ലിശ്ശേരി, PP അബ്ദുൽ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ രാധ സതീശൻ, ICS ചെയർമാൻ VV റഷീദ്, CM മുഹമ്മദ് മോൻ സാഹിബ്, KTO അബ്ദുള്ള സാഹിബ്, KTO മുഹമ്മദ് കുട്ടി സാഹിബ്, ശ്രീ മനോമോഹനൻ എൻ്റെ സഹപ്രവർത്തകൻ, ശ്രീ NP ഫൈസൽ മാസ്റ്റർ, ശ്രീമതി ഫാത്തിമ MTA പ്രസിഡന്റ്, ശ്രീ ഫൈറൂസ് മുഹാജിർ, ശ്രീ CMT ഫാസിൽ, അബ്ദുൽ മാറൂഫ് OSC സെക്രട്ടറി, ശ്രീമതി ഖൈറുന്നീസ SRG കൺവീനർ, ബഹുമാന്യനായ ഈ സ്ഥാപനത്തിൻ്റെ HM ജബ്ബാർ മാഷ്, മുൻ HM സൈനുദ്ദീൻ മാഷ് തുടങ്ങി ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, AHM ഹൈസ്കൂൾ വെട്ടം ഈ പ്രദേശത്തെ ഏറ്റവും മഹത്തായ ഒരു കലാലയമാണ്. ഇവിടെ പലതവണ വരുവാനും ഇവിടുത്തെ രക്ഷിതാക്കളുമായും കുട്ടികളുമായും സംവദിക്കാനും മുൻപ് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ കലാലയം ഏറ്റവും മഹത്തായ ഈ പ്രദേശത്ത് തന്നെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള അച്ചടക്കത്തിൻ്റെ കാര്യത്തിലായാലും ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കുട്ടികളെ വാർത്തെടുക്കുന്ന കാര്യത്തിലായാലും ഏറ്റവും നല്ല മാതൃക കാണിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചും അതുപോലെ തന്നെ ധാർമ്മിക രംഗത്ത് പ്രവർത്തിച്ചും പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയം ഇനിയും ഉയരത്തിലേക്ക് മുന്നേറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ഓരോ മേഖലയിലും ഇന്ന് പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്നിവിടെ നടക്കുന്ന ഈ വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ അവാർഡ് നേടിയ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു മുജീബ് ഉളക് സാർ. അടുത്തായി നമ്മുടെ ബഹുമാനപ്പെട്ട MLA കഴിഞ്ഞ വർഷം മികവ് പുലർത്തിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ആൻഡ് മൊമെൻറ്റോ വിതരണം ചെയ്യുന്നതാണ്.
37ാമത് വാർഷിക സമ്മേളനത്തിലാണ് ഒത്തുകൂടിയിട്ടുള്ളത്. ഈ സമ്മേളന പരിപാടിയുടെ ഈ ചടങ്ങ് നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത് നമ്മുടെ PTA കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡോക്ടർ KTO ജാസം അബ്ദുള്ള സാഹിബ് അവകളെ, വേദിയിലുള്ള എൻ്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സഹപ്രവർത്തകൻ നമ്മുടെ KRSMയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള, എന്നാൽ അതിലുപരി നമ്മുടെ അയൽ പഞ്ചായത്തായിട്ടുള്ള തിരുപ്പറങ്ങോട് പഞ്ചായത്തിൻ്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ പ്രിയങ്കനായ മുജീബ് പുളക്കൽ അവർകളെ, വേദിയിലുള്ള പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ പ്രധാനാധ്യാപകൻ PK അബ്ദുൽ ജബ്ബാർ സാഹിബ്, പ്രിയങ്കനായ KB മൂസക്കുട്ടി മാസ്റ്റർ, പ്രിയങ്കനായ KTO അബ്ദുള്ള, KTO മുഹമ്മദ് കുട്ടി സാഹിബ്, പ്രിയങ്കനായ KTO സുൽഫിക്കർ അലി, ഏറ്റവും പ്രിയങ്കരനായ മനോ മോഹനൻ, ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള റാബിയ മുജീബ്, പ്രിയപ്പെട്ട ഫാത്തിമ, ഹൈറൂസ് മുഹാജിർ, പ്രിയങ്കനായ ഫൈറൂസ് സാഹിബ് മുഹാജിർ സാഹിബിൻ്റെ മകനാണ്. ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള CMT ഫാസിൽ, അബ്ദുൽ മഅറൂഫ്, പ്രിയപ്പെട്ട KK ബീന, ആബിദ, ഖൈറുനിസ, കുമാരി ദിയ മിദ്ഹ, നമ്മുടെ സ്കൂൾ ലീഡർ, ഇവിടുത്തെ മുഖ്യ പ്രഭാഷകനായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ CM സാബിർ നവാസ്, ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർ KV അമീദ് റിയാസുദ്ദീൻ, വേദിയിലും സദസ്സിലുമായിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള സഹോദരന്മാരെ, സർവോപരി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ദീർഘമായൊരു സംസാരത്തിന് മുതിരുന്നില്ല. കുറേ നേരമായി നിങ്ങൾ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മൂപ്പര വകയും ഒരു പ്രസംഗം എന്നൊന്നും നിങ്ങൾക്ക് തോന്നണ്ട. ഞാൻ വളരെ ചുരുക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ഞാനിവിടെ വിവിധ തലങ്ങളിൽ കുട്ടികളുടെ കഴിവ് തെളിയിച്ച നമ്മുടെ പ്രതിഭാശാലികളായിട്ടുള്ള മക്കളെ ഞാൻ അനുമോദിക്കാൻ മാത്രമാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. പ്രിയങ്കനായ മൂസക്കുട്ടി മാസ്റ്റർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി, ഒരു പടവ് കൂടി നമ്മൾ കയറാൻ പോവുക. വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഈ സ്കൂൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത വർഷം മുതൽ ചെറിയ ക്ലാസ്സിൽ നിന്ന് സെൻട്രൽ സിലബസ് അനുസരിച്ചുള്ള പഠനത്തിന് കൂടിയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കാനിരിക്കുകയാണ്. ഞാനിവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന വരുന്ന കുട്ടികൾക്ക് അപ്പോൾ ഏത് തലത്തിൽ ഏത് സിലബസ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്ന വൈവിധ്യ തരത്തിലുള്ള പഠന സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഞാൻ നിങ്ങളെ മാനേജ്മെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ മക്കളെ ശ്രദ്ധിക്കുക. രക്ഷിതാക്കളോടും പറയാനുള്ളതാണ്, ഇവിടുത്തെ അധ്യാപകന്മാരോടും പറയാനുള്ളതാണ്. ഇപ്പം നമ്മളൊക്കെ അധ്യാപകരുടെ ഒരു ശൈലി, ഞാൻ ഇവിടെ അങ്ങനെ ആകണമെന്നില്ല, ഇത്തരത്തിലുള്ള സ്വകാര്യ മാനേജ്മെൻറ്റുകൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാറുണ്ട്. ഓരോ വർഷവും പോർഷൻ തീർന്നോ എന്നോ നോക്കുക. പോർഷൻ തീർന്നാൽ ആ ടീച്ചർ ഭയങ്കര ടീച്ചറാണ്, അല്ലേ? പോർഷൻ അങ്ങ് തീർത്താൽ ഭയങ്കര നല്ല ടീച്ചറാണ്, അല്ലെങ്കിൽ അധ്യാപകനാണ്. പോർഷൻ തീർക്കുക എന്നുള്ളതല്ല നിങ്ങൾ കടമ. ആ അധ്യായത്തിലെ പാഠഭാഗങ്ങളിൽ വരികൾക്കിടയിൽ പലതും കുട്ടികൾക്ക് നൽകാനുണ്ട്. ഇതുവഴി കുട്ടികളുടെ സംസ്കാരം, അവരുടെ സ്വഭാവം, ജീവിത അച്ചടക്കങ്ങൾ, പെരുമാറ്റ രീതികൾ, വസ്ത്രധാരണം ഉൾപ്പെടെയുള്ളത്, പരസ്പര ബഹുമാനം തുടങ്ങിയതൊക്കെ കുട്ടികളിൽ പഠിപ്പിക്കേണ്ടത്, കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനം പകരേണ്ടത് ഈ കാലഘട്ടത്തിൽ അധ്യാപകന്റെ ചുമതലയാണ് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇവിടെ രക്ഷിതാക്കളായ ആളുകളുണ്ടാകും, ഞാൻ രക്ഷപ്പെട്ടു, അതൊക്കെ ടീച്ചർ ചെയ്യുമല്ലോ എന്ന് കരുതണ്ട. ഒന്നാമതായി ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. രണ്ടാമതായി അധ്യാപകന്മാർക്കാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരുമിച്ച് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മാത്രമേ
ഈ മക്കളെ വിലപിടിപ്പുള്ള മൂല്യങ്ങളായി മാറ്റാൻ കഴിയുകയുള്ളൂ. മക്കളെ കൊണ്ട് തല താഴ്ത്തേണ്ട അവസരമുണ്ടാകുന്ന രക്ഷിതാക്കളുണ്ട്. മക്കളെ കൊണ്ട് തല ഉയർത്തി നിൽക്കേണ്ട ഭാഗ്യശാലികളായ രക്ഷിതാക്കളും നാട്ടിലുണ്ട്. ഇതുപോലെ അധ്യാപകരും. ചില അധ്യാപകർ അവൻ എൻ്റെ കുട്ടിയാണ്, ഞാൻ പഠിപ്പിച്ചല്ലോ, എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നത് തന്നെ മാനക്കേടായി തോന്നും. ചില കുട്ടികൾ ക്ലാസ്സിൻ്റെ ഓരത്തു കൂടി പോയിട്ടുണ്ടാവുള്ളൂ, എന്നാലും ടീച്ചർ പറയും ഓൻ എൻ്റെ കുട്ടിയാന്ന് പറയും. കാരണം ഓനെ പ്രശസ്തനായി വരുമ്പോൾ, നല്ല അഭിപ്രായം ഉണ്ടാവും. അതുകൊണ്ട് മക്കളുടെ സ്വഭാവ സംസ്കാര രൂപീകരണം മാതാവിൻ്റെ മടിത്തട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ജീവിത രീതി, ഇത് കുട്ടികൾ നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠഭാഗത്തിനേക്കാൾ കൂടുതൽ ഉൾക്കൊള്ളും. ടീച്ചർ സാരി എടുത്ത രീതി, മാഷയുടെ കുപ്പായത്തിൻ്റെ കോലം, മുടി ചീകിയത്, ഇതൊക്കെ കുട്ടികളിങ്ങനെ നോക്കി അങ്ങനെ മുടി ചീകാൻ നോക്കും. പിറ്റേ ദിവസം പെരി പോയിട്ട് ഉമ്മാൻ്റെ അല്ലെങ്കിൽ ഏടത്തിൻ്റെ സാരി എടുത്തിട്ട് ടീച്ചർ ചുറ്റമാതിരി സാരി ചുറ്റാൻ നോക്കും പെൺകുട്ടികൾ. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും കുട്ടിക്കാലത്ത്. അപ്പം നിങ്ങൾക്ക് കുട്ടികളെ ആകർഷിക്കുന്നതും ഗുണഫലം ലഭിക്കുന്നതുമായ രീതിയിലുള്ള പെരുമാറ്റ രീതി, നിങ്ങളുടെ വസ്ത്രധാരണ അടക്കം ആ രീതിയായിരിക്കണം, മാതൃകാപരമായിരിക്കണം. ആ രീതിയിലേക്ക് അധ്യാപകനാണെങ്കിലും അധ്യാപികയാണെങ്കിലും ഈ രീതിയിൽ ഞാൻ ഈ പുസ്തകക്കെട്ട് മാത്രമല്ല, എൻ്റെ ജീവിതം തന്നെ അവർക്കുള്ള സന്ദേശമായി മാറണം എന്ന രീതിയിലേക്ക് അധ്യാപകന്മാർ ഉയരേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമുക്കൊരു നല്ല ഭാവി നമ്മുടെ ഈ മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കൂട്ടായ പരിശ്രമം നമുക്ക് നടത്താവുന്നതാണ്. ഇവിടെ സമൂഹത്തിലെ സാമൂഹ്യ പ്രവർത്തകന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്, പൊതുജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അവരതൊക്കെ അവർ ചെയ്തോളെന്ന് കരുതണ്ട. നാട്ടിലെ ഒരു കുട്ടി നമ്മുടെ കുട്ടിയാണ്. അവൻ നമ്മുടെ ഒരു സമ്പത്താണ്, നാടിൻ്റെ സമ്പത്താണ്. അതുകൊണ്ട് അവനെ ഉയർത്തി ഉന്നതനാക്കാൻ, അവൻ്റെ കുറവുകൾ നികത്താൻ, അവൻ്റെ ദോഷങ്ങളുണ്ടെങ്കിൽ തിരുത്താൻ, അവന് വേണ്ട പ്രോത്സാഹനം നൽകാൻ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകന്മാർക്ക്, പൊതുജനങ്ങൾക്കൊക്കെ പങ്കുണ്ട്. എല്ലാവരും കൂടിയാണ് ഇതിനെ ശ്രദ്ധിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞു വെച്ച് ഞാൻ ഈ വൈകിയ വേളയിൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് കൂടി സന്തോഷമുള്ളൊരു സംഗതി ആയതുകൊണ്ട് ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. മറ്റൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA ചെറിയൊരു ഉദ്ഘാടനം കൂടി ഉണ്ട്. ഞങ്ങൾ സ്കൂൾ അടുത്ത വർഷം മുതൽ LP വിഭാഗം NCERT സിലബസിലേക്ക് മാറുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA സിയ ഫൈസലിന് നൽകിക്കൊണ്ട് മറ്റൊരു സന്തോഷ വാർത്ത. ഇന്നലെ നടന്ന കിറാത്ത് മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുമുള്ള ഒരു പ്രോത്സാഹന ക്യാഷ് പ്രൈസ് ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ് പ്രതിനിധിയും ICA സെക്രട്ടറിയുമായിട്ടുള്ള KTO മുഹമ്മദ് കുട്ടി സാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് അസംബ്ലിയിൽ വെച്ച് നൽകുന്നതാണ് എന്നറിയിക്കുന്നു. അടുത്തതായിട്ട് ഈ പൊതുസമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള KV ഹമീദ് റിയാസുദ്ദീനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ വൈകിയ ഒരു സമയത്ത് ഇനിയൊരു സംസാരത്തിന് പ്രസക്തിയില്ല. ഏതായി കഴിഞ്ഞാലും ആ ഔപചാരികമായ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ കർത്തവ്യമായിട്ടുള്ള ഉത്തരവാദിത്വം. ആദ്യമായി നമ്മുടെ ഈ പരിപാടി വളരെ തിരക്കുകൾക്കിടയിലും ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ സാഹിബിന് ICS കമ്മിറ്റിയുടെ പേരിലും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലും ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ള മുജീബ് പുളക്കൽ, KRSMA പ്രതിനിധിയായി എത്തിയിട്ടുള്ള മനോഹരൻ PV, നമ്മുടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കാൻ എത്തിയിട്ടുള്ള ഡോക്ടർ സാബിർ നവാസ്, അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വിചക്ഷണനും നമ്മുടെ അറബി ഭാഷയുടെ ഒരു കൊമേഴ്സ്യൽ പ്രാധാന്യത്തെ
ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്, ഒരു വിഷണറി പ്രവർത്തനം കൂടിയാണ്. പ്രിയ സുഹൃത്തായ സാബിർ നവാസിനെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം അധ്വാനിച്ചിട്ടുള്ള നമ്മുടെ ടീച്ചേഴ്സ്, PTA അംഗങ്ങൾ, ഈ പരിപാടിയിൽ കലാപരമായ പരിപാടികളിലും മറ്റു മത്സരങ്ങളിലും സജീവമായി പങ്കെടുത്ത് സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നമ്മുടെ മുഴുവൻ വിദ്യാർത്ഥികളും, ഇതിന് സൗണ്ട് സിസ്റ്റം മറ്റു കാര്യങ്ങളൊക്കെ നൽകി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് ടെക്നിക്കൽ സ്റ്റാഫ്, നമ്മുടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പരാമർശിക്കുന്നില്ല. മുഹാജിർ സാഹിബ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോട് കൂടിയിട്ട് ഈ യോഗം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. ഈ ഒരു പരിപാടിയോട് കൂടിയിട്ട് എല്ലാവരും ഇവിടെ ഇരിക്കുക. നമ്മുടെ ഒരു ഡോക്യുമെൻ്ററിയുടെ ഒരിക്കൽ രാവിലെ പ്ലേ ചെയ്തതാണ്, മുഴുവൻ ആളുകളും കണ്ടിട്ടുണ്ടാവില്ല. ഒരു ഡോക്യുമെൻ്ററി, ഒരു 10 മിനിറ്റ് ഒരു ഡോക്യുമെൻ്ററിയുടെ ഒരു അവതരണം ഉണ്ട് നമ്മുടെ പിന്നിലുള്ള സ്ക്രീനിൽ. എല്ലാവരും അത് ഒന്ന് വീക്ഷിക്കുക. അതേപോലെ നമ്മുടെ കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ, ആകർഷണമായ പരിപാടികൾ വരുന്നുണ്ട്. ഒരു ഫയർ ഷോ, എല്ലാവർക്കും വളരെ ആനന്ദം നൽകുന്ന ഒരു ഫയർ ഷോ ഒരു പൊതുവായിട്ടുണ്ട്. നമ്മുടെ ഒരു ചെറിയൊരു ഗാനമേള ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഇത്തരം പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ പരിപാടികളിൽ പൂർണ്ണമായി സഹകരിക്കണമെന്നും തുടർന്ന് അങ്ങോട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.